ഏവർക്കും സ്വാഗതം, വണക്കം, നമസ്കാരം. ഗാസയിൽ വെടിനിർത്താൻ പോകുന്നു. പക്ഷേ സീറോ മലബാർ സഭയിൽ ഇപ്പോഴും വെടിനിർത്തലിന് സമയമായില്ല. കഴിഞ്ഞ എത്രയോ നാളുകളായി കേരളത്തിലെ ക്രമസമാധാന വ്യവസ്ഥിതിക്ക് പോലും ഗണ്യമായ തലവേദനയുണ്ടാക്കുന്ന ഒരു പരസ്യ കൂദാശയായി ദിവ്യബലിയെ ഉയർത്തുകയും തളർത്തുകയും തിരുവീഥിയിൽ കൂടെ വലിച്ച് ഇഴയ്ക്കുകയും പൊതുജനത്തിൻ്റെ കണ്ണിൽ അപഹാസ്യപാത്രമാക്കി തീർക്കുകയും ചെയ്യുന്നതിൽ ഈ സഭ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ്, വിവിധമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഞാനൊരു കത്തോലിക്കനല്ലാത്തത് കൊണ്ട് എന്തു പറഞ്ഞാലും അത് ദുരുദ്ദേശപരമായ വിമർശനമാണ് എന്ന് തെറ്റിദ്ധരിക്കാനിടയുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തത് ഈ സഭയിലെ അംഗമായ ഒരു അൽമേയ വ്യക്തി, ഒരു ലേ ബിലീവർ, അദ്ദേഹത്തിൻ്റെ രോദനത്തെ ആസ്പദമാക്കി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ അനേകം പേർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മറുവശം, ഒരു പുരോഹിതൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അതായത് സിനഡിനോട്, ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത് അനുസരിച്ച് സയനൈഡിനോട് മമത പുലർത്തുന്ന മാണിപ്പറമ്പിൽ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സുദീർഘമായൊരു വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറലാകുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ മുഴുവനും കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ ചില അംശങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം. അതുകൊണ്ട് സമയം അല്പം പോലും കളയാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. മാണിപ്പറമ്പിൽ അച്ഛൻ വളരെ വികാരഭരിതനായി സീറോ മലബാർ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന അക്കിടി, സഭയെ നാറ്റിക്കാനായി ചില പുരോഹിതന്മാരും അൽമേരും താറെടുത്ത് ഇറങ്ങിയിരിക്കുന്നു. അവരുടെ ചേഷ്ടകൾ എത്ര അപഹാസ്യമാണ് എന്നത് ജനം മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഉത്ബോധനമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് സമ്മതിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഞാൻ ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന വ്യക്തിയല്ല, നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നത് ഈ ഒരു വലിയ സംഘർഷം കൊണ്ട് സീറോ മലബാർ സഭ കേരളത്തിലെ ജനത്തിന് സംഭാവന ചെയ്തത് പൊതുസമൂഹത്തിന് ഗണ്യമായ ശല്യമുണ്ടാക്കി. പൊതുസമൂഹത്തിന് ഗണ്യമായ ശല്യമുണ്ടാക്കി എന്ന് അദ്ദേഹം കലക്ടറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ ലോകസമാധാനത്തിന് വന്ന ക്രിസ്തുവിൻ്റെ പേരിൽ അവൻ്റെ ശരീരരക്തങ്ങളെന്ന് പറഞ്ഞ് ശുദ്ധ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ചിട്ട് അവരെ വഴിയിൽ തള്ളിവിട്ട് കോലാഹലമുണ്ടാക്കി അച്ഛന്മാരുടെ കുപ്പായം വലിച്ചു കയറി അവരെ അണ്ടർവെയറും മാത്രം ഇട്ടുകൊണ്ട് ഒരു അച്ഛൻ വഴിയിലിരുന്ന് മോങ്ങുന്നത് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാനും കണ്ടത്, നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇതാണ് യേശുവിൻ്റെ മാതൃക എന്താണെന്ന് പൊതുസമൂഹത്തിന് കത്തോലിക്ക സഭ മുഖാന്തരം ലഭിക്കുന്ന ദൃശ്യങ്ങൾ അത് അദ്ദേഹം എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു വലിയ നേട്ടമുണ്ടാകുന്നതാണ്. പൊതുജനത്തിന് ഇഷ്ടംപോലെ ശല്യം ചെയ്യാൻ ഒത്തു. ഇത് ഒരു കാര്യം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഈ കൂരിയായെ എതിർക്കുന്ന, അതായത് സിനഡിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ എന്താണ് പറയുന്നത്, അധികാര കേന്ദ്രത്തെ എതിർക്കുന്ന വൈദികരെല്ലാം മാവോയിസ്റ്റ് വൈദികരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, മാവോയിസ്റ്റ് വൈദികരാണ്. ഇവരാരാണ്? ഇവർ വൈദികർ വല്ല ക്രിസ്ത്യാനികളുമല്ല, ഇവർ മാവോയിസ്റ്റുകളാണ്. എങ്ങനെയോ ഇവർ ഒരു കുപ്പായം കൈക്കലാക്കി അത് ഇട്ടുകൊണ്ട് നടക്കുന്നു. അത് വെറും ഒരു വേഷം മാത്രമാണ്. അവരുടെ സ്വഭാവത്തിൽ അവർ മാവോയിസ്റ്റുകളാണ്, വളരെ വളരെ അപകടകാരികളാണ്. ഇവരാണ് ആളുകൾക്ക് മാർഗദർശനം നൽകുന്നത്. ഇവരാണ് കുർബാന ദിവ്യബലി നടത്തി കൊടുക്കേണ്ടത്, പാപം മോചിച്ചു കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങളെ മാമോദീസ നടത്തേണ്ടത്, വിവാഹം നടത്തി കൊടുക്കേണ്ടത്, ജനങ്ങളെ സ്വർഗത്തിലോട്ട് കൈപിടിച്ചുകൊണ്ട് നടത്തേണ്ടത്. അവരാരാണ്? മാവോയിസ്റ്റുകാരാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, ഒരു പുരോഹിതൻ സഹപുരോഹിതനെ പറ്റി പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യമെങ്കിലും ഇപ്പോൾ വെളിപ്പെട്ട് കാണും. കത്തോലിക്ക പുരോഹിതന്മാരാരാണ്? അവർ മാവോയിസ്റ്റുകളാണ്.
ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ അദ്ദേഹം പറയുന്നത് വിമത വൈദികർക്ക് സംസ്കാരമില്ല. വിമത വൈദികരോട് സംസാരിക്കാൻ പ്രയാസമാണ്. അവർ കാക്കക്കൂട്ടത്തെ എറിയുന്ന കല്ല് പോലെയാണ്. അവരോട് സംസാരിക്കാൻ സാധ്യമല്ല. അവർ സംസ്കാരമില്ലാത്തവരാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ കേൾക്കുന്നതായിരിക്കും ഉത്തമം എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പക്ഷെ ഒരു വ്യവസ്ഥയിലാണ് പാമ്പ്ളായി പിതാവ് ഇന്ന് വരാമെന്ന് പറഞ്ഞത്. 10:30 മുമ്പ് എത്താന്ന് പറഞ്ഞത്. വിമത വൈദികരെ ഓരോരുത്തരെ കാണാം. എല്ലാവരും കൂടി കാണാൻ കഴിയില്ല. കാരണം വിമത വൈദികർക്ക് ഒരു സംസ്കാരമില്ല. ഈ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ ഇങ്ങനെ എല്ലാവരും കൂടി ഒച്ച എടുത്ത് സംസാരിക്കുക. അതുകൊണ്ട് അത് നടപ്പില്ല. ഓരോരുത്തരായി കാണാൻ സൗകര്യപ്പെടുമെന്ന്. അപ്പോൾ കത്തോലിക്ക വൈദികർക്ക് സംസ്കാരമില്ല എന്ന് പറയുന്നത് കത്തോലിക്ക സഭയോട് ശത്രുത്വം വെച്ച് പുലർത്തുന്നവരോ മുസ്ലിം സഹോദരങ്ങളോ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ദൈവമല്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ഒന്നുമല്ല. കത്തോലിക്കരുടെ ഇടയിലുള്ള വളരെ തലയെടുപ്പുള്ള സീനിയറായിട്ടുള്ള ഈ മാണിപ്പറമ്പിൽ അച്ഛനാണ് പറയുന്നത് സഹവൈദ്യർക്ക് സംസ്കാരമില്ല, അവരോട് സംസാരിക്കാൻ പോലും പറ്റില്ല, അവരോട് സംസാരിക്കുന്നത് കാക്ക എറിയുന്ന കല്ല് പോലെയാണ്, അവർ കലവിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ആർക്കും അവരോട് സംസാരിക്കാനൊക്കത്തില്ല എന്ന് സഹവൈദികർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മാണിപ്പറമ്പിൽ അച്ഛനാണ്, നമ്മളാരുമല്ല. അപ്പോൾ ഒരു സഭയുടെ ഉള്ളിലെ അവസ്ഥ എങ്ങനെ അഗ്നിപർവ്വതം പോലെ പൊട്ടി അതിൻ്റെ ലാവ സമൂഹത്തിലേക്ക് ഒഴുകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ വിമത വൈദികരെ നയിക്കാൻ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുണ്ടാടൻ അച്ഛനെന്നാണ്. മുണ്ടാടൻ അച്ഛനെ പറ്റി ഇദ്ദേഹത്തിൻ്റെ ഒരു വിവരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അന്തവും കുന്തവും ഇല്ലാത്ത മുണ്ടാടൻ അച്ഛൻ. നല്ല പ്രയോഗമാണ്. ഒരച്ഛൻ ജനങ്ങളെ ആത്മീയമായി വഴി നടത്തേണ്ട വളരെ സീനിയറായിട്ടുള്ള അച്ഛനെ പറ്റി വേറൊരു സീനിയറായ അച്ഛൻ പറയുന്നത് അന്തവും കുന്തവും ഇല്ലാത്ത മുണ്ടനാട് അച്ഛൻ. അദ്ദേഹത്തോട് സഹകരിക്കുന്ന അൽമായക്കാർ, അതായത് സാധാരണ വിശ്വാസികളാരാണ്? അവർ ഗുണ്ടകളാണ്, അൽമേയ മുന്നേറ്റ ഗുണ്ടാകൾ. അപ്പോൾ കത്തോലിക്ക സഭയുടെ ആകമാനമായ ഘടന നോക്കിയാൽ അന്തവും കുന്തവുമില്ലാത്ത അച്ഛന്മാരും ഗുണ്ടകളായ വിശ്വാസികൾ മാത്രമാണ് ഈ സഭയിലുള്ളത് എന്ന് നമ്മളാരുമല്ല പറയുന്നത്. ഈ മാണിപ്പറമ്പിൽ അച്ഛൻ്റെ ഭാഷ്യമാണ്. നിങ്ങൾ അതുകൂടെ ഒന്ന് കേൾക്കുന്നത് ഉചിതമായിരിക്കും. നോക്കട്ടെ, അത് കിട്ടുമോ നോക്കട്ടെ. ഞങ്ങളെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. പാമ്പ്ളാനി പിതാവ് ഞങ്ങളെ കാണാൻ സമ്മതിച്ചു. അത് ഞങ്ങളുടെ വിജയമാണ്. അങ്ങനെ അന്തവും കുന്തവും ഇല്ലാത്ത മുണ്ടാടനച്ഛൻ ഇത് അനൗൺസ് ചെയ്തു, ഇത് പ്രഖ്യാപിച്ചു. ഇത് ഞങ്ങളുടെ വിജയമാണ്. അപ്പോ കുറച്ചുപേര് കൈയടിച്ചിട്ടുണ്ടാകണം. അപ്പൊ ഈ അൽമായ നേതാക്കളുടെ കാര്യമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളുണ്ടല്ലോ, അവരോ? മുണ്ടാടനത്തിന്റെ മറുപടി, ഞങ്ങൾ അൽമായർ പാമ്പ്ളാനി പിതാവിനെ കാണാൻ നിൽക്കില്ലെന്ന് കളക്ടർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഗംഭീര മറുപടി. ഞങ്ങൾ അൽമായർ. ആരാ പറയുന്നത്? മുണ്ടാടനച്ഛൻ. അപ്പൊ മുണ്ടാടനച്ഛനും ഒരു ആത്മബോധത്തിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. നാട്ടുപടി ആയിരിക്കാം കേട്ടോ. ചിലപ്പോ ഞാൻ അമിതമായി വ്യാഖ്യാനിക്കുകയാണെന്നുള്ള കുറ്റം ഉണ്ടാകാം. ഈ ഞങ്ങൾ അൽമായര്, മുണ്ടാടനച്ഛൻ പറഞ്ഞു ഞങ്ങൾ അൽമായര്. മുണ്ടാടനച്ഛൻ സ്വയം കരുതുന്നത് അൽമായനായിട്ടാണ്, വൈദികനായിട്ടല്ല എന്നാണ് ഒരു പെട്ടെന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ ഈ മാന്യ മാണിപ്പറമ്പിൽ അച്ഛൻ്റെ വലിയ സങ്കടം, മുണ്ടാടൻ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ അൽമായർ എന്ന് പറഞ്ഞു. അതായത് ഒരു പുരോഹിതൻ തന്നെ അൽമായരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എന്നത് ഈ പുരോഹിത ശ്രേഷ്ഠൻ മാണിപ്പറമ്പിൽ അച്ഛന് സഹിക്കുന്നില്ല. കാരണം കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർ അങ്ങ് സ്വർഗത്തിലും സാധാരണ വിശ്വാസികൾ പാതാളത്തിലുമാണ് കിടക്കുന്നത്. അവർ തമ്മിൽ ഒരു വിധത്തിലും അടുത്തു വരുവാൻ സാധ്യമല്ല. ഒന്നായിത്തീരുന്ന പ്രശ്നമില്ല. വിശ്വാസികൾ പാപികളാണ്, നികൃഷ്ടരാണ്, പന്നിക്കൂട്ടങ്ങളാണ്. പക്ഷേ പുരോഹിതന്മാർ മാലാഖമാരാണ്, പരിശുദ്ധരാണ്. അവർ മറ്റേതോ പ്ലാനറ്റിൽ നിന്ന് വന്നവരാണ്. അതൊക്കെ മറന്നിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത മുണ്ടാടനച്ഛൻ പറയുകയാണ് ഞങ്ങൾ അൽമായക്കാരെന്ന് പറഞ്ഞു. ഇതെങ്ങനെ പൊറുക്കാനൊക്കും?
എന്നാണ് ഈ പുരോഹിതൻ്റെ ഭാഷ്യം. കള്ളു കുടിച്ചുകൊണ്ടല്ല ഇദ്ദേഹം പറയുന്നത്. നല്ല ബുദ്ധിയോടെ, ബുദ്ധി തെളിവായിരിക്കുന്ന സമയത്ത് കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. കള്ളു കുടിക്കാതെ നല്ല ബോധമുള്ളപ്പോൾ ഇദ്ദേഹം വളരെ ആത്മധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, ഈ അന്തവും കുന്തവും ഇല്ലാത്ത മുണ്ടാടനച്ചൻ പറയുകയാണ് പുരോഹിതന്മാരും സാധാരണ വിശ്വാസികളും ഒന്നാണ്. എങ്ങനെ സഹിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ പതിയിരിക്കുന്ന സങ്കല്പങ്ങൾ എത്ര നികൃഷ്ടമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടെയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ഇത് ജനങ്ങളെ കേൾപ്പിക്കുന്നത് തന്നെ അവരോട് കാണിക്കുന്ന അക്രമമാണ് എന്ന് എനിക്കറിയാം. എന്നിട്ടും ഇങ്ങനെയുള്ള അഴുക്ക് ചാലുകൾ സഭയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ ഇപ്രകാരം ഒരു സാഹസത്തിന് മുതിരുകയാണ്. അപ്പോൾ പുരോഹിതന്മാരാണെന്ന് മനസ്സിലായി. അവർ മാവോയിസ്റ്റുകളാണ്, അന്തവും കുന്തവും ഇല്ലാത്തവരാണ്. വിശ്വാസികളാരാണ് നിങ്ങൾക്ക് മനസ്സിലായി. അവർ ഗുണ്ടാകളാണ്, അവർ നേരും നിറയുമില്ലാത്ത ഗുണ്ടാകളാണ് എന്നതാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ആകമാനമായ മാന്യതയെപ്പറ്റി നിങ്ങൾക്ക് ഒരു സാമാന്യ ബോധം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ ഒരു സംരംഭത്തിൽ കൂടെ, ഈ വലിയ സമരത്തിൽ കൂടെ, സംഘർഷത്തിൽ കൂടെ വിമതരായ വൈദികർ ജയിച്ചു. വിമതർ എന്ന് പറഞ്ഞാൽ സിനഡിൻ്റെ പക്ഷത്ത് നിൽക്കാത്ത ആളുകൾ വിമതർ. അവർക്ക് മാവോയിസ്റ്റുകളാണ്, അവർക്ക് അന്തവും കുന്തവുമില്ല, അവർ ജയിച്ചു. അവരുടെ വിജയം എന്താണ് ഇദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ. പല പരിപ്രേക്ഷ്യത്തിൽ നിന്ന് വീക്ഷണകോണിൽ നോക്കുകയാണ്. വിമത വൈദികരുടെ വിജയമാണ് ഒരു നിലയ്ക്ക്. പഠിച്ച പണി 18 പയറ്റിയിട്ടും 50 പേരെ പോലും അങ്കമാലിയുടെ സമരത്തിന്റെ സമാപന ദിവസം അവിടെ എത്തിക്കാൻ കഴിയാത്തവര് രണ്ടും കൽപ്പിച്ചുള്ള ഒരു മാവോയിസ്റ്റ് രീതിയിലുള്ള കൂരിയ ആക്രമണത്തിലൂടെ ഏതാണ്ട് 500ഓളം പേര് വരുന്ന ഒരു ജനക്കൂട്ടത്തെ കൂരിയയുടെ മുമ്പിൽ അണിനിർത്താൻ കഴിഞ്ഞു. രാത്രിയും പകലും എല്ലാം അവിടെ ഒരു ബഹളം സൃഷ്ടിക്കാനും കഴിഞ്ഞു. ഏകൻ ന്യൂസിന്റെ ഗണിതശാസ്ത്രജ്ഞന്റെ കണക്കനുസരിച്ച് ജനസമുദ്രം ഒഴുകി എത്തുന്നതാണ്. നിങ്ങൾ ഏകൻ ന്യൂസിന്റെ ചാനൽ നോക്കിക്കോ. ഞാൻ പരിഹസിക്കുന്നതല്ല, അവരിങ്ങനെ ജനം ഒഴുകുകയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലവും അതിന്റെ എല്ലാം വെച്ച് നോക്കിയാൽ ഏകദേശം ഒരു 500ഓളം പേര് ഉണ്ടായിരുന്നു. ആ 500ഓളം പേര് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് വന്നതെന്നും എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊരു വിജയം തന്നെ. 50 പേരെ പോലും അങ്കമാലിയിൽ സമരത്തിന് എത്തിക്കാൻ പറ്റാത്തവര് 500ഓളം പേര് അതും ബഹളം വെച്ചും പ്രകടനമായിട്ടും ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നതില് വിമത വൈദികർ വിജയിച്ചു. ഗംഭീരം. രായച്ചന്റെ ഒടിയാത്ത കയ്യിലുള്ള കൂറ്റൻ പ്ലാസ്റ്ററും കീറിപ്പറഞ്ഞ ലോഹയും ഭിക്ഷക്കാരന്റെ ലുക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. പറയുന്നത് രായച്ചൻ്റെ ഒടിഞ്ഞ കൈയും കീറിയ ലോഹയും അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് ആക്രമിപ്പിച്ച് ലോഹ വലിച്ചു കീറി കൈ തല്ലി ഒടിച്ച് അതൊരു വലിയ നേട്ടമായിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത് പൊതുവായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ ഒരു പുരോഹിതന് കഴിയുമെങ്കിൽ ആ സഭയുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ഒന്ന് ഊഹിച്ചു നോക്കൂ. മറ്റും പ്രചരിപ്പിച്ച് കുറച്ച് വൈദികരെയും അവർക്ക് ദാസ്യപ്പണി ചെയ്യുന്ന കുറച്ച് കന്യാസ്ത്രീകളെയും പള്ളിയിലും സ്ഥാപനത്തിലും സേവനമായി. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കന്യാസ്ത്രീകളുടെ ജോലി എന്താണെന്ന് ഒരു സീനിയർ അച്ഛൻ വെളിപ്പെടുത്തുകയാണ്. കത്തോലിക്ക സീറോ മലബാർ സഭയിലെ വളരെയധികം സ്വാധീനമുള്ള സീനിയറായിട്ടൊരു അച്ഛൻ വെളിപ്പെടുത്തുകയാണ് കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്താണ്. ഇപ്പോൾ വെളിയിലുള്ള എന്നെപ്പോലെ ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ പൊതു സമൂഹത്തിൽപ്പെട്ട ഒരാൾ ഇപ്രകാരം പറഞ്ഞാൽ അവരെ കല്ലെറിയണമെന്ന് അവർ പറയും. പക്ഷെ സത്യം എന്താണെന്ന് ഇതാ മാണിപ്പറമ്പിൽ അച്ഛൻ പറയുന്നു. കന്യാസ്ത്രീകളുടെ സഭയ്ക്കുള്ളിലെ അവസ്ഥ എന്താണ്, അവരുടെ ജോലി എന്താണ്? അച്ഛന്മാർക്ക് ദാസ്യപ്പണി ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവർക്ക് വേറെ ഒരു ജോലിയുമില്ല. അവരെ അങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ ഏക കാരണം അത് സത്യമാണ്. ഇദ്ദേഹം പറയുന്നതാണ് സത്യം. അച്ഛന്മാർക്ക് ദാസ്യപ്പണി ചെയ്യുക
എന്നത് മാത്രമാണ് കന്യാസ്ത്രീകളുടെ ജോലിയെന്ന് നമ്മളാരുമല്ല പറയുന്നത്. ഒരു പുരോഹിതനാണ് ഇതേ സഭയിലെ ചുമതലയുള്ള സിനഡിനെയും ക്യൂറിയായെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ മാണിപ്പറമ്പിൽ അച്ഛനാണ് പറയുന്നത്. കന്യാസ്ത്രീകളുടെ ഏക ജോലി പുരോഹിതന്മാർക്ക് ദാസ്യവേല ചെയ്തു കൊടുക്കുക. അതിനകത്ത് എന്തൊക്കെ പെടുമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. രായച്ചന്റെ ഒടിയാത്ത കയ്യിലുള്ള കൂറ്റൻ പ്ലാസ്റ്ററും കീറിപ്പറഞ്ഞ ലോഹയും ഭിക്ഷക്കാരന്റെ ലുക്കും മറ്റും പ്രചരിപ്പിച്ച് കുറച്ച് വൈദികരെയും അവർക്ക് ദാസ്യപ്പണി ചെയ്യുന്ന കുറച്ച് കന്യാസ്ത്രീകളെയും പള്ളിയിലും അവർക്ക് ദാസ്യപ്പണി ചെയ്യുന്ന കുറെ കന്യാസ്ത്രീകളെയും മനസ്സിലാക്കണം. സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കുറെ അൽമായരെയും പിന്നെ സ്ഥിരം ചിങ്കടികളെയും പൂജയുടെ മുമ്പിലേക്ക് ആനയിക്കാൻ വിമത വൈദ്യർ കഴിഞ്ഞു. അവരുടെ രാഷ്ട്രീയ ബുദ്ധിയെ അഭിനന്ദിച്ചു തന്നെ പറ്റൂ. അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? തെരുവിൽ പോയി തല്ലുകൊള്ളുന്ന കുറേ അച്ഛന്മാരും ഗുണ്ടാകളായ വിശ്വാസികളും അച്ഛന്മാർക്ക് ദാസ്യവേല ചെയ്യുന്ന കന്യാസ്ത്രീകളും പിന്നെ അച്ഛന്മാരെയും സഭയുടെ ചുറ്റുപാടുകളെയും ആശ്രയിച്ച് നിൽക്കുന്ന ഇത്തിളുകൾ നക്കാപ്പിച്ചായ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അഭിമാനമില്ലാത്ത മനുഷ്യാന്തസ്സെന്ന് അറിയാൻ മേത്ത കുറേ എച്ചിൽ നക്കുകളുമാണ് ഈ സഭയ്ക്കകത്തുള്ളത്. അതാണ് കത്തോലിക്ക സഭയെന്ന് പറയുന്നത്. നമ്മളാരുമല്ല, ഈ മഹാനാണ് പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. കാരണം അകത്തു നിന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു വ്യക്തി വളരെ സന്തോഷത്തോടും ആത്മധൈര്യത്തോടും താൻ പറയുന്നത് 100% ശരിയാണ് എന്ന ആത്മാവിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. ഇനിയും ഈ കത്തോലിക്ക പുരോഹിതന്മാർ ഈ ഒരു സമരത്തിൽ കൂടെ കൈവരിച്ച നേട്ടം എന്താണെന്ന് അദ്ദേഹം അക്കമിട്ട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് ഒന്നാമത്തെ വിജയം ഞാൻ പറയുന്നത്, വിമത വൈദികരെ. രണ്ടാമത്തത് വളരെ ഗംഭീരമായ ഒരു വിജയം വിമത വൈദികർ നേടിക്കഴിഞ്ഞു. ഇതിനേക്കാൾ മോശമായി കത്തോലിക്ക സഭയിലെ വൈദിക ഗണത്തെ നാറ്റിക്കാൻ ആർക്കും കഴിയില്ല. അപ്പം രണ്ടാമത്തെ വലിയ നേട്ടം എന്താണ്? കത്തോലിക്ക സഭയിലെ വൈദികരെ വളരെ സമർത്ഥമായി നാറ്റിച്ചു. ആര് നാറ്റിച്ചു? RSSകാരല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, നിരീശ്വരവാദികളല്ല, കത്തോലിക്കരല്ലാത്ത മറ്റ് സഭകളുടെ അംഗങ്ങളല്ല, മാധ്യമ ശത്രുക്കളല്ല, പിന്നെയോ ആ സഭയിലെ തന്നെ പുരോഹിതന്മാർ, മാവോയിസ്റ്റ് പുരോഹിതന്മാർ, അട്ടിമറിക്കാർ. അവരുടെ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്ക സഭയിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. കത്തോലിക്ക സഭയിലെ 4,10,000 വരുന്ന പുരോഹിതന്മാരെ ആകമാനം നാറ്റിച്ചു എന്ന് അതേ അനേക തവണ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അയ്യേ, നാറുന്നു. നാറ്റിച്ചു. ആര് നാറ്റിച്ചു? പുരോഹിതന്മാർ നാറ്റിച്ചു. അയ്യോ, ഇതാണ് അവസ്ഥ. മനസ്സിലാക്കുക. ഇവരൊക്കെയാണ് മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് അവിടെ നിത്യതയുടെ പാസ്പോർട്ട് എഴുതി നിൽക്കുന്ന ആളുകൾ. വിമത വൈദികരെ ഈ മത്സരത്തിൽ വിജയിക്കാൻ ആർക്കും കഴിയില്ല. കത്തോലിക്ക സഭയിലെ വൈദികരെ മൊത്തം നാറ്റിച്ചു. പിടിച്ചോ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 21 വിമത വൈദിക മാവോയിസ്റ്റുകളും 28 വൈദികരും ചേർന്ന് ആഗോള കത്തോലിക്ക സഭയിലെ 4,10,000 അപ്പോൾ ഇവർ പുരോഹിത മാവോയിസ്റ്റുകളാണെന്ന് അദ്ദേഹം കുറഞ്ഞ പക്ഷം 10 തവണ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്കറിയേണ്ടത്, ഇനിയും ഏതെങ്കിലും സമയത്ത് ഇതൊരു ഒത്തുതീർപ്പാകുമ്പോൾ ഈ പുരോഹിതന്മാരെ സഭയ്ക്കുള്ളിൽ ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കുമോ ഇല്ലയോ? മാവോയിസ്റ്റ് പുരോഹിതന്മാരെ കൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുവാൻ അവരെ അനുവദിക്കുമോ ഇല്ലയോ? 21 പേരല്ല, അവരോട് കൂടെ നിന്ന 28 വൈദികർ. അപ്പോൾ എല്ലാം കൂടെ 49 മാവോയിസ്റ്റ് വൈദികരുണ്ട്. അവരെ മുഴുവനും കാടോടെ വെടിവെച്ച് വെളിയിൽ കളയുമോ, അതോ അവരെ ജനങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അവരെല്ലാം മാവോയിസ്റ്റുകളാക്കുന്നതിന് വേണ്ടി ഈ കുഞ്ഞാളുകളെ ഈ ചെന്നായ്ക്കളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് നാം എല്ലാവരും ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. മുൻപോട്ട് പോകാം. നാറ്റിച്ചു. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രമായ എറണാകുളം അങ്കമാലി അതിരൂപതയെ കുറിച്ച് വാർത്ത വന്നിരുന്നു. നാറ്റിച്ചു. അവരുടെ പ്രശ്നങ്ങള്, അവർ ഏകീകൃത കുർബാന ചൊല്ലണമെന്നെല്ലാം പറഞ്ഞിട്ട്
അച്ചടിച്ച് വന്നിരുന്നു. അതേക്കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എറണാകുളം അങ്ങനെ ലോക പ്രശസ്തമായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോ അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയെ കുറിച്ച് ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ വാർത്തയാക്കിയ മാർപ്പാപ്പയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ ആ ആഗോള കത്തോലിക്ക സഭയിലെ 4,10,000 വൈദികരെ നാട്ടിച്ച് നാണം കെടുത്തുന്നതിൽ വിമത വൈദികർ ഗംഭീര വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ വൈദികരുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ സൂക്ഷിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ നാറ്റിക്കും. അപ്പോൾ മാർപ്പാപ്പയെ നാറ്റിക്കാൻ മടിക്കാത്ത വൈദികർ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ അച്ഛനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും, എനിക്കറിഞ്ഞൂടാ. ഈ കാര്യത്തിൽ ഇത് ലോക റെക്കോർഡാണ്. ഗംഭീര വിജയം. നാറ്റിച്ചെന്ന് മാത്രമല്ല, അത് ഗംഭീര വിജയം. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയും ഇദ്ദേഹം കർത്താവിൽ കയറി പിടിക്കുകയാണ്. ഇങ്ങനെയാണ് കത്തോലിക്ക സഭ വേദപുസ്തകത്തെ ദുരുപയോഗം ചെയ്യുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടാൽ നിങ്ങൾ മനസ്സിലാകും. കർത്താവ് പറഞ്ഞ ഏക കാര്യം, ഈ പാതിരിക്ക് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ അറിയത്തുള്ളൂ. കർത്താവ് എല്ലാം കൂടെ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്ന്, അത് മാവും പുളിപ്പൊക്കെ അത് മാത്രമേ ഇദ്ദേഹത്തിന് അറിയാവൂ. കാരണം വയറ്റിലോട്ട് ചെല്ലുന്ന കാര്യമേ താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ്. ഇതാ ശ്രദ്ധിച്ച് കേൾക്കുകയും. വ്യാജ പ്രബോധനം എന്ന പുളിപ്പ് ഉപയോഗിച്ച് സമുദായമാകട്ടെ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കാം. യേശു പറഞ്ഞു, വ്യാജ പ്രബോധനമെന്ന പുളിപ്പ് ഉപയോഗിച്ച് സമുദായം എന്ന പിണ്ടത്തെ മുഴുവനും അവർ പുളിപ്പിക്കുന്നു. ആര് പുളിപ്പിക്കുന്നു? പുരോഹിതന്മാർ പുളിപ്പിക്കുന്നു എന്നാണ്. പുരോഹിത വർഗത്തിനാകെപ്പാടെ ചെയ്യാനറിയാവുന്ന പണി വിശ്വാസ സമൂഹത്തെ ആകമാനം നാറ്റിക്കുകയാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. അത് യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുരോഹിത വർഗത്തെ യേശു വിമർശിച്ചെന്ന് പറയുമ്പോൾ ആളുകൾ എനിക്കെതിരെ പല്ലിഞ്ഞിരിക്കും. ഇത് ഇയാൾക്കാണ്ട് പുരോഹിതരോടാണ് കലിപ്പുണ്ട് എന്നും പറഞ്ഞു. എന്നാൽ സത്യം ഇതാണ്, യേശു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യേശു മറ്റു കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പാവം അച്ഛൻ അറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങൾ കേട്ട് ആസ്വദിപ്പിക്കും. ഒരല്പം വ്യാജ പ്രബോധനം എന്ന പുളിപ്പ് മതി സമുദായത്തെ മൊത്തം പുളിപ്പിക്കാം. അങ്ങനെ ഫരിസയരുടെ പുളിപ്പിനെ സൂക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിമത വൈദികരുടെ പുളിപ്പിനെ, വ്യാജ പ്രബോധനത്തെ സൂക്ഷിക്കണം എന്നാണ് ഇന്നതിനർത്ഥം. എൻ്റെ അർത്ഥം ഇയാൾക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് അറിഞ്ഞുകൂടാ. യേശു പറഞ്ഞത് പരീശന്മാരും ശാസ്ത്രിമാരും അവരെ പുരോഹിത വർഗത്തെ ആകമാനം പ്രതിനിധീകരിക്കുന്നവരാണ്. പരീശന്മാർ പുരോഹിതന്മാരല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് വേണേൽ പറയാം. അത് ഒരു ആർഗ്യുമെൻറ്റിന് ശരിയാണ് താനും. അവർ ലേവ്യ വംശത്തിൽപ്പെട്ടവരല്ല. എന്നാൽ ആ യഹൂദ മത സംവിധാനത്തെ താങ്ങി നിർത്തുന്നതിൽ പരീശന്മാരാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. അപ്പോൾ ആ പരീശന്മാരുടെ പുളിപ്പ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പുരോഹിത വർഗത്തെ ആകമാനം നിങ്ങൾ വളരെ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ അവരോട് ഇടപെടേണ്ടത്. അവരിൽ നിന്നൊരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരെല്ലാം നാറ്റിക്കുന്നവരാണ്. യേശു പറഞ്ഞു പുളിപ്പിക്കുക, ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാറ്റിക്കുക. രണ്ടുപേരും പറയുന്നത് ശരി തന്നെയാണ്. പുരോഹിതവർഗം കൊണ്ട് ഇത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നു. അത് യേശു പറഞ്ഞതിനെ ആസ്പദമാക്കിയാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമല്ല, അതേപോലെ മനസ്സിലാക്കുക, ഇതെൻ്റെ അഭിപ്രായമല്ല. ഇതെൻ്റെ തലയെ കൊണ്ടിടരുത്. ഇത് ഈ മാണിപ്പറമ്പിൽ അച്ഛൻ്റെ ഭാഷ്യമാണ്. പുരോഹിതവർഗം വേദപുസ്തകത്തിലെ വാക്യങ്ങളെടുത്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സഭയെ മുഴുവനും വിശ്വാസ സമൂഹത്തെ മുഴുവനും നാറ്റിക്കുകയാണ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, വേറെ ആരുമല്ല. ഏതായാലും കർത്താവിന്റെ വചനം, അതായത് ഫരിസയരുടെ പുളിപ്പ് അഥവാ വ്യാജ പ്രബോധനം എന്ന പുളിപ്പ്, ആ വചനം നിവൃത്തിയാക്കി കൊടുക്കുന്നതിലും വിമത വൈദികരെ ജയിച്ചിട്ടുണ്ട്. ഈ പുരോഹിതന് മനസ്സിലാകാത്ത കാര്യം, യേശു ഈ അന്ത്യ അത്താഴം ആചരിക്കുമ്പോൾ അതിനെ ആസ്പദമാക്കിയാണല്ലോ ദിവ്യബലി അല്ലെങ്കിൽ മാസ് ആചരിക്കുന്നതെന്ന് അവർ പറയുന്നത്. ആ സാഹചര്യത്തിൽ യേശു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. അത് ഇയാൾക്ക് ബാധകമല്ല. ഇയാൾ പ്രതിനിധാനം ചെയ്യുന്ന കൂരിയായിക്ക് ബാധകമല്ല. അത് മെത്രാന്മാർക്ക് ബാധകമല്ല. അവരോട് യോജിച്ച് നിൽക്കാത്ത എല്ലാവരെയും ഗുണ്ടകളാക്കുക, മാവോയിസ്റ്റുകളാക്കുക, അവർക്ക് അന്തവും കുന്തവും ഇല്ലെന്ന് പറയുക, കന്യാസ്ത്രീകൾ പുരോഹിതന്മാർക്ക് വിടുവേല ചെയ്യുകയാണ് അവരുടെ ജോലിയെന്ന് പറയുക, അത് യേശു പറഞ്ഞതുമായിട്ട് എന്ത് ബന്ധമാണെന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നില്ല. ഇങ്ങനെയാണ് പുരോഹിത വർഗം എല്ലാറ്റിനെയും വികൃതമാക്കുന്നത്, ദുരുപയോഗം ചെയ്തത് മനസ്സിലാക്കുക.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കണം, ഇവർ അപകടകാരികളാണ്. ഇവർ സ്വർഗരാജ്യത്തിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല, ആരെയും പോകാൻ അനുവദിക്കുകയുമില്ല എന്ന് യേശുവാണ് പറഞ്ഞത്. അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ടെന്ന് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇത്ര വലിയ വായിലെ വിളിച്ച് പറയുന്നത്. അതിലവർക്ക് അവകാശപ്പെടാം, വിജയം അവകാശപ്പെടാം. വേറൊരു കാര്യത്തിലും വിമത വൈദികർ വിജയിച്ചിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് തീരേണ്ട ഒരു പ്രശ്നത്തെ, സഭയിൽ വെച്ച് തീരേണ്ട ഒരു പ്രശ്നത്തെ തെരുവിലെ പ്രശ്നമാക്കി മാറ്റി. പിന്നെ ലിറ്റർജി എന്ന ആരാധനക്രമ വിഷയത്തെ, ദേശരാഷ്ട്രത്തെ ക്രമസമാധാനം പ്രശ്നമാക്കി മാറ്റി. അതിലൊരു വിജയം വെച്ചിട്ടുണ്ട്. നമുക്ക് അവരെ അഭിനന്ദിക്കുക തന്നെ വേണം. നാലാമതൊരു കാര്യത്തിലും അവർ വിജയം വരിച്ചിട്ടുണ്ട്. പരമ പരിശുദ്ധ കൂദാശ എന്നാണ് കത്തോലിക്കര് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത്. അത് തെരുവിലോ പള്ളിമുറ്റത്തോ തോന്നുമ്പടി ചെയ്യാവുന്ന വെറുമൊരു ആചാരം മാത്രമായി വിമതര് അധപതിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പരമപരിശുദ്ധ കൂദാശ എന്ന് കത്തോലിക്കർ പറയുന്ന കാര്യം തെരുവിലിട്ട് ചവിട്ടി മതിക്കാവുന്ന ഏതാണ്ട് കുന്തമാണ് എന്ന വിധത്തിൽ പുരോഹിതന്മാർ തന്നെ ഇതിനെ അപമാനിച്ചു, അധപ്പതിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. അത് 100% ശരിയാണ്. ഇദ്ദേഹം പുരോഹിതനാണെങ്കിലും വല്ലപ്പോഴൊക്കെ സത്യം പറയുന്ന ആളാണെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊരു നല്ലൊരു സലാം കൊടുക്കുകയാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സത്യം പറയൂ, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് ഇനിയും ഒരു 7-8 മിനിറ്റോടെ ബാക്കിയുണ്ട്. ഇതെല്ലാം പ്ലേ ചെയ്ത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയും ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ അംഗങ്ങളായ വിശ്വാസികളെ, നിങ്ങളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് തിരിച്ചറിയുന്നതിന് പകരം ഈ ചീഞ്ഞു നാറുന്ന അവസ്ഥയെ നിങ്ങൾ ന്യായീകരിക്കുകയും നിങ്ങളെ ഈ മതപരമായ നരകത്തിൽ ചവിട്ടിത്താഴ്ത്തി നിങ്ങളുടെ മനുഷ്യത്വത്തിൽ വിഷം ചേർക്കുന്ന ഈ അക്രമികളെ നിങ്ങൾ പരിശുദ്ധന്മാരായി കണ്ട് നിങ്ങളെ തന്നെ അപമാനിക്കുന്ന ഈ ഒരവസ്ഥയ്ക്കൊരു മാറ്റം വരണ്ടേ? യേശു വിഭാവന ചെയ്ത അവസ്ഥ ഇതല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ വല്ല പ്രയാസവുമുണ്ടോ? പുരോഹിതന്മാരിൽ നിന്ന് ഞാൻ ആ വിവേകം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരുടെ ഉദരപൂർണത്തിന് വേണ്ടി, അവരുടെ ദൈനംദിന കാര്യം നടത്തുന്നതിന് വേണ്ടി ഈ കൂലിവേലയ്ക്ക് ഇറങ്ങുന്നവരാണ്. സത്യം അറിയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. ഞാനൊരു പുരോഹിതനായിരുന്നു, പുരോഹിതനായ കാലത്തോളം എനിക്ക് സത്യം അറിയുവാനും അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ജൽപ്പിക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഇയാളിപ്പോൾ ക്യൂരിയോടുകൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. നാളെ വിമതരോട് നിന്നാൽ ഇദ്ദേഹം പ്ലേറ്റ് നേരെ മറിച്ച് അത് ഇതൊക്കെ പറയും. പുരോഹിതന്മാരങ്ങനെയാണ്. പുരോഹിതന്മാരെ പറ്റി ഒരു ജർമ്മൻ ചിന്തകൻ പറഞ്ഞത്, പുരോഹിതന്മാർ പൂച്ച പോലെയാണ്. അത് ഒരു പൂച്ചയെ എടുത്ത് മേലോട്ടെറിഞ്ഞാൽ എങ്ങനെ എറിഞ്ഞാലും അത് 4 കാലേ വന്ന് നിൽക്കും. ഏത് സാഹചര്യത്തിലും അവരവരുടെ കാര്യങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവരവരുടെ സൗകര്യങ്ങൾ സംരക്ഷിച്ച് അവർക്കൊരു പോറലുമില്ലാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കാനും തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കുരുതി കൊടുക്കാനും അല്പം പോലും മടിയില്ലാത്തൊരു വർഗ്ഗമാണ് പുരോഹിതരെന്ന് ജർമ്മൻ ചിന്തകനായ നീറ്റ്ഷെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ അഭിപ്രായം തന്നെ ആർതർ ഷോപ്പനോവർ റിലിജിയൻ ആൻഡ് ഡയലോഗ് എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പരക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് പറഞ്ഞാൽ അതൊന്ന് പരാമർശിച്ചാൽ നമ്മൾ വലിയ ശത്രുവാകും, നമ്മൾ വലിയ പാപം ചെയ്യുന്നവരാകും, നമ്മൾ കല്ലെറിയണമെന്ന് അട്ടഹസിക്കുന്ന അനേകം ആളുകൾ എൻ്റെ പടിവാതിൽക്ക് നിൽക്കും. അതുകൊണ്ടാണ് ഈ പുരോഹിതൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾ കേട്ടാൽ മതിയെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ ദയവായി ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇവയെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നും ഈ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും തീരുമാനിക്കേണ്ട നിങ്ങളാണ്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേ മതിയാകൂ. ഈ കാണിക്കുന്ന പൊറാട്ട് നാടകവും യേശുവിൻ്റെ മാർഗവുമായി പുലബന്ധം പോലുമില്ല, മലബന്ധം പോലുമില്ല എന്നതാണ് ആത്യന്തികമായി ഞാൻ വിശ്വസിക്കുന്നത്. അപ്രകാരം വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു, അനുദിനം കൂടി വരുന്നു എന്നോർത്ത് ഞാൻ ആശ്വസിക്കുകയാണ്, സന്തോഷിക്കുകയല്ല, ഞാൻ ആശ്വസിക്കുകയാണ്. സത്യം നമ്മുടെ ഇടയിൽ ഇടം പിടിക്കട്ടെ, സത്യം നമ്മളെ സ്വതന്ത്രരാക്കട്ടെ. ആ സ്വാതന്ത്ര്യത്തിൽ കൂടെ കുറഞ്ഞപക്ഷം മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ ഒരു അംശമെങ്കിലും കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ഒന്ന് അനുഭവിച്ചറിയുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കുകയാണ്. എവർക്കും നമസ്കാരം.